ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മനോഹരമായിട്ടാണ് ഈശോ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നമുക്ക് ഒരുക്കി തന്നതെന്ന് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് കിടക്കാം. നമ്മൾ കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങളിലേക്കൂടെയൊക്കെ ധ്യാനിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവസാനത്തെ ദിവസമാണ്, 14ാമത്തെ സ്ഥലം. ഇതിങ്ങനെ തീർന്നു പോയാൽ എനിക്കൊരു വല്ലാത്ത സങ്കടമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഈ 2026 ഈ ശുശ്രൂഷ ആരംഭിച്ചതിൽ പിന്നെ ഏറ്റവും ഇൻവോൾവ് ആയിട്ട്, ഉഴപ്പിയിട്ടൊന്നുമില്ല ഒരിക്കലും, അത് ഈശോയ്ക്ക് അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ എൻ്റെ ഹൃദയം ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിപ്പിച്ചത്, എനിക്ക് തോന്നുന്നു, ബുദ്ധിയല്ല, എൻ്റെ ഹൃദയം ഏറ്റവും കൂടുതൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഈ കഴിഞ്ഞ 14 ദിവസങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 14 ദിവസത്തെ ചിന്തകൾ നിങ്ങൾക്ക് എന്തോരം ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒത്തിരി അധികമായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ സ്പിരിച്വൽ ലൈഫിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത 14 ദിവസങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അത് സാധിച്ചത് കേട്ടിരിക്കാനും അത് പ്രാർത്ഥിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നിങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ കുരിശിൻ്റെ വഴിയുടെ 14 ദിവസങ്ങൾ, ഈ രാത്രികൾ നിങ്ങൾ കൂടെ നിന്നതിന്, ധ്യാനിച്ചതിന്, ഈശോയുടെ സ്നേഹം പരസ്പരം പങ്കിട്ടതിന്, പറഞ്ഞ കുഞ്ഞു ഹോംവർക്കുകളൊക്കെ ചെയ്തതിന്. ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. രാത്രിയിലൊക്കെ നിങ്ങൾ പാതിര കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ടാവും. നാളെ ഇടവക ദേവാലയത്തിൽ ബലിയർപ്പിക്കാനും പിന്നെ കൂട്ടുകാരുടെ ഒത്തിരി സന്തോഷിക്കാൻ, ഈശോയുടെ സ്നേഹം പങ്കിടാനും ഒക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ 14 ദിവസങ്ങളിലൊക്കെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ സാധിച്ചതിന്. 14ാമത്തെ സ്ഥലം നമുക്കറിയാമല്ലോ, ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. എല്ലാത്തിൻ്റെയും ഒരു കൺക്ലൂഷനൊക്കെ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. ശരിക്കും ഈ ദുഃഖ ശനിയാഴ്ച തന്നെ ഇങ്ങനെ ഒരു 14ാമത്തെ ഈ സ്ഥലത്തിൽ എത്തിച്ചേരാൻ നമുക്ക് പറ്റി. ഒരു സൈലന്റ് മൊമെന്റ് ആണല്ലോ കല്ലറയിൽ, ഒരു ഇരുട്ടിൻ്റെ ഒക്കെ മൊമെന്റ്. ദുഃഖ ശനിയാഴ്ച ഒരു സൈലൻസിന്റെ സമയമാണ്. സാധിക്കുന്നവർ ഇന്നൊരു ദിവസം പൂർത്തിയായി എങ്കിലും ഇനി നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകാനുള്ള മണിക്കൂറുകളിലൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങൾ അവസാനിക്കുമ്പോൾ നാളെ ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരാളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് 2-3 എപ്പിസോഡുകളിൽ ഈ 14 ദിവസത്തിൽ പറഞ്ഞു. നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരാളല്ലേ വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമ്മളിങ്ങനെയൊക്കെ വായനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശോയുടെ പീഡാസകനമോ ഈശോയുടെ പരസ്യമോ ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് യൗസേപ്പ് പിതാവ് മരിച്ചു പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു വായനകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ട യൗസേപ്പ് പിതാവിനെ കുറിച്ച് മാത്രമല്ല. ഈ 14ാമത്തെ സ്ഥലത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിത്വമുണ്ട്, അരിമത്യാക്കാരൻ ജോസഫ്. ഓഫ് കോഴ്സ് അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം കുറച്ചുകൂടെ ഒന്ന് സ്നേഹത്തോടെ ആഴത്തിൽ വായിച്ചു നോക്കിയാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് അരിമത്യാക്കാരൻ ജോസഫ്. നിങ്ങൾ ഇത് ഇവിടെ ഇട്ടേച്ച് പോകല്. ഇതെന്തിനാ ഈ യൗസേപ്പിനെ കുറിച്ച് പറയുന്നത്? യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ പോരെ? നോ, യൗസേപ്പ് പിതാവിനെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ അരിമത്യാക്കാരൻ ജോസഫിനെ ഒന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. എന്ന കാര്യങ്ങൾ എന്നറിയോ? ലൂക്കാസ് സുവിശേഷം 23-ാമത്തെ അധ്യായം എടുക്കണം. അതിന്റെ 51-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്യായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചന സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിപ്പോൾ ഓടി വന്നിട്ടുണ്ടാവും. യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ അഭിസംബോധന ഏതാണ്? ദ ജസ്റ്റ് മാൻ, നീതിമാനായ യൗസേപ്പ് എന്നാ പറയുക, അല്ലേ? ഭാര്യയെ ഉപേക്ഷിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവൻ നീതിമാനാകയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാകയാലും സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്ന അതേ കാര്യമാണ് അരിമത്യാക്കാരൻ ജോസഫിനെ കുറിച്ച് പറയുക. അവൻ നീതിമാനായിരുന്നു. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഈശോയുടെ ജീവിതത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ യൗസേപ്പ് പിതാവിനെ കാണുന്നത്. ഈശോയുടെ ജീവിതത്തിന്റെ അവസാനം ആണ് നമ്മൾ ആരെ കാണുക? അരിമത്യാക്കാരൻ ജോസഫിനെ കാണുക. വേറൊരു പ്രത്യേകത, ഈശോയുടെ കുഞ്ഞു ശരീരം അതിനൊരു കേട് വരാതിരിക്കാൻ ഹെറോദേസ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഈ കുഞ്ഞുവാവയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈശോയുടെ കുഞ്ഞു ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇടപെടലുകൾ നടത്തിയ ആളാണ് ആര്? യൗസേപ്പ് പിതാവ്. ഇതുപോലെ തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ലൈഫ്, ഈശോയുടെ മാനുഷിക ജീവിതത്തിന്റെ ഒടുക്കം, ഈശോയുടെ ഈ വളർന്ന ശരീരം, വലിയ ശരീരം, ഈശോയുടെ കുഞ്ഞു ശരീരം സംരക്ഷിക്കാൻ വേണ്ടി യൗസേപ്പ് പിതാവ് ഇറങ്ങിയതുപോലെ ഈശോയുടെ വലിയ ശരീരം അത് കേടുപാടുകളൊന്നും ഉണ്ടാവാതെ അത് സുഗന്ധമൊക്കെ പൂശി ലേപനം ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ആളാണ് ആര്? അരിമത്യാക്കാരൻ ജോസഫ്. ഇത് പിടികിട്ടുന്നുണ്ടോ? ഇനി വളരെ വലിയൊരു പ്രത്യേകതയാണ് ഇവരെ, പ്രത്യേകിച്ച് യൗസേപ്പ് പിതാവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമാണ്, നീതിമാൻ എന്ന് മാത്രമല്ല, ഭയങ്കര സൈലന്റ് ആയിരുന്നു, നിശബ്ദനായിരുന്നു, ഒന്നും മിണ്ടിയില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? ഒരു വാക്ക് പോലും യൗസേപ്പ് പിതാവിൻ്റെതായിട്ട് ഗോസ്പൽസിൽ, സുവിശേഷങ്ങളില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അരിമത്യാക്കാരൻ ജോസഫിനെ കുറിച്ചും പറയാതെ പറയുന്ന ഒരു കാര്യം ഇതാണ്, യൗസേപ്പും അരിമത്യാക്കാരൻ ജോസഫും ഒരക്ഷരം പോലും മിണ്ടുന്നതായിട്ട്, അയാളുടേതായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. ഒരു വാക്ക് പോലും മിണ്ടുന്നതായിട്ട് കാണുന്നില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി. ആൻഡ് ദ ഫൈനൽ തിങ്, എൻ്റെ ഒരു ചിന്ത, ഇത് പണ്ടെങ്ങാണ്ടോ എവിടെയോ കേട്ടതിനകത്ത് നിന്ന് ഒരു ത്രെഡ് കിട്ടിയിട്ട് ഞാനൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് കരുതുന്നു. 2 പേരും, യൗസേപ്പ് പിതാവും അരിമത്യാക്കാരൻ ജോസഫും, 2 പേരും ഒന്നും മിണ്ടിയതായിട്ട് സുവിശേഷങ്ങളില്ല. പക്ഷേ
അവർ മിണ്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ടും മിണ്ടിയിട്ടുണ്ടെങ്കിൽ ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷമാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. എന്താണെന്നറിയോ? നമുക്കറിയാം, യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ ഇങ്ങനെ മാലാഖ പറയുന്നുണ്ട്, ഈശോ എന്ന് പേരിടണം. മാതാവിനും ഇങ്ങനെ ഒരു സന്ദേശം കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോസേപ്പ് പിതാവിന് കിട്ടിയാലും മറിയത്തിന് കിട്ടിയാലും യഹൂദരുടെ പശ്ചാത്തലം, പാരമ്പര്യം, റൂൾ അനുസരിച്ച് കുഞ്ഞിന് പേരിടേണ്ടത് അപ്പന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ കുഞ്ഞിന് എന്ത് പേരിടണം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത് മാതാവല്ല, കൂടെ നിൽക്കുന്ന ബന്ധുക്കളല്ല, അപ്പനാണ്. സക്രിയയുടെ എപ്പിസോഡ് നമ്മൾ കാണുന്നില്ല, യോഹന്നാൻ എന്ന് പേരിടാൻ വേണ്ടിയിട്ട് മിണ്ടാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടുമെന്ന്. ആ ഒരു സിറ്റുവേഷനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. യോസേപ്പ് പിതാവ് ഒന്ന് സംസാരിച്ചായിട്ട് സുവിശേഷങ്ങളില്ലെങ്കിലും ഒരു തവണ ഉറപ്പായിട്ടും യോസേപ്പ് പിതാവ് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചത് ഇതാണ്, എന്ത്? ഈശോ. എന്ത് പേരിടണം എന്ന് ചോദിക്കുമ്പോൾ ഈശോ. അതാണ് ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷം. രക്ഷകൻ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഇത് യോസേപ്പ് പിതാവുമായിട്ട് ഈ കാര്യത്തിൽ അരിമത്യക്കാരൻ ജോസഫിന് എന്താണ് ബന്ധം എന്ന് വെച്ചാൽ, നോക്ക്, മുമ്പേ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞതായിട്ട് ഗോസ്പൽസിൽ എഴുതിയിട്ടില്ലെങ്കിലും യോസേപ്പ് പിതാവ് ഓഫ് കോഴ്സ് ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്, ഈശോ എന്ന്. ഇനി അരിമത്യക്കാരൻ ജോസഫിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ. ഇപ്പൊ വായിച്ച ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, ഈശോയെ സംസ്കരിക്കാൻ വിടുന്നത്. അപ്പോൾ ഈശോയുടെ ശരീരം കിട്ടണം അല്ലേ? നോക്ക്, അന്ന് തന്നെ മിനിമം 3 പേര് കുരിശിൽ കയറി മരിച്ചിട്ടുണ്ട്, കുരിശിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. റോമക്കാരുടെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. കുരിശിൽ തറച്ചുകൊല്ലുക എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കോമൺ പണിഷ്മെന്റ് ആണ്. വലിയ ക്രിമിനൽസിന്, കുറ്റവാളികൾക്കുള്ള കോമൺ പണിഷ്മെന്റ് ആണ്. അന്ന് തന്നെ 3 ആയിരിക്കില്ല, അതിലധികം പേരെ ചിലപ്പോൾ അവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കാം. നമുക്കറിയില്ല, അതിനെക്കുറിച്ചുള്ള വായനകളൊന്നും നമ്മൾ കൺഫ്യൂഷൻ ആക്കണ്ട. മിനിമം 3 പേര് അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അരിമത്യക്കാരൻ ജോസഫ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അയാൾ പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ശരീരം വിട്ട് കിട്ടണം. പീലാത്തോസ് നോർമലി ചോദിക്കാനുള്ള ഒരു സാധ്യത ഇത്രേ ഉള്ളൂ, ഈ 3 പേരിൽ ആരുടേതാണ്? കാരണം 3 പേരുണ്ടല്ലോ മിനിമം. അവൻ പറഞ്ഞ് അരിമത്യക്കാരൻ ജോസഫ് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, പേര് പറയണമല്ലോ, ഈശോ. നോക്ക്, യോസേപ്പ് പിതാവ് ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും പേര് വിളിച്ചു പറഞ്ഞു, ഈശോ. അരിമത്യക്കാരൻ ജോസഫ് സംസാരിച്ചായിട്ട് ഒരു സെന്റൻസും കാണുന്നില്ലെങ്കിലും അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്ക്, ഈശോ. ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ 14 സ്ഥലങ്ങൾ ഇന്ന് പൂർത്തിയാക്കുമ്പോൾ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മളിനി മുന്നോട്ട് സംസാരിക്കേണ്ട സബ്ജക്റ്റും ഒറ്റ സുവിശേഷമാണ്, ഈശോ. ഇന്നേക്ക് രാത്രി ടോക്കുകളൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്, നല്ലതാണ്. ഈശോയിൽ ആശ്വാസം ലഭിക്കുന്നുണ്ട്, നല്ലതാണ്. ഒരുപാട് വചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളിത് സ്വീകരിച്ചാൽ മാത്രം പോരാ, ആളുകളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഈശോയെക്കുറിച്ച് നമ്മൾ പറയണം. കുഞ്ഞ് ജീവിതമാണ്. ആ കുഞ്ഞ് ജീവിതം കൊണ്ട് മാക്സിമം സുവിശേഷം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരാകാൻ വേണ്ടി, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണം. ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. ഈ 14 ദിവസങ്ങളിൽ കൂടെ നിന്നവർക്ക് നന്ദി പറയുന്നു. ഇനിയും നമുക്ക് ഈ ഒരു ശുശ്രൂഷയെ കൂടുതൽ അനുഗ്രഹമാക്കി മാറ്റാം. ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് നിങ്ങൾക്ക് എന്നും സംരക്ഷണമായി വഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.